ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്ക് പോവാം. മോർണിംഗ് സോങ്ങിന് ശേഷം സരിക, രേണുസുതി, ആദില നൂറ, ശൈത്യ എന്നിവര് ആ ഒരു ബെഡിൽ ഇരിക്കുകയാണ്. ആ സമയത്ത് ഷാനവാസ് അതിലെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നൂറ പറയുന്നു, ഇയാൾ എന്തിനാ ഇങ്ങനെ നടക്കുന്നത്, കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു എന്ന്. അപ്പൊ സരിക പറയുന്നുണ്ട്, വ്യത്യസ്തരായ മനുഷ്യരല്ലേ ഇതിനകത്തുള്ള, വെറൈറ്റി മനുഷ്യരല്ലേ ഇതിനകത്തുള്ള. ഇതോടൊപ്പം തന്നെ രേണുസുതി ബിഗ് ബോസിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. സരിക പറയുന്നുണ്ട്, പിന്നെ എന്തിനാണ് ലാലേട്ടൻ്റെ അടുത്ത് രണ്ട് വർത്താനം പറയുന്നേ എന്നിങ്ങനെ രീതിയിൽ പറയുന്നുണ്ട്. എനിക്ക് വീട്ടിൽ പോകണമെന്ന് ഞാൻ ഇങ്ങനെയാ ലാലേട്ടനോട് പറയുന്നത്, എനിക്ക് പറയാൻ പറ്റത്തില്ലെന്നേ, എനിക്ക് അങ്ങനെ പറയാൻ തോന്നത്തില്ലെന്നേ എന്നൊക്കെ രേണുസുതി പറയുന്നുണ്ട്. രേണുവിനെ പോലുള്ളവർക്ക് പറ്റിയൊരു ഷോ ആണോ ബിഗ് ബോസ് എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. രേണുവിന് പറ്റിയൊരു ഷോയേ അല്ല ബിഗ് ബോസ്. അത് മാത്രമല്ല, ഇവർക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ പിടിച്ച് പുറത്താക്കണം. ഷോയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തവർ അവിടെ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് പിള്ളേർ പുറത്തുണ്ട്. അവരെ കയറ്റി വിട്ടാൽ രേണു കളിച്ചതിൽ മികച്ച ഗെയിം കളിക്കും. മറ്റേ വിക്ടിം കാർഡ് ഇരവാദവും മാത്രമല്ലാതെ മികച്ച ഗെയിം അവിടെ കാഴ്ചവെക്കും. കിട്ടിയ ഓപ്പർച്യൂണിറ്റി രേണുവിനെ പോലെ ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യത്തില്ല. വീട്ടിൽ പോകണം അല്ലെങ്കിൽ പുറത്താവണം എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്ക് അബദ്ധത്തിൽ പോലും ഉണ്ടാവത്തില്ല. രേണുസുതി പറയാണ്, ഇനി 10-85 ദിവസം കൂടിയല്ലേ ഉള്ളൂ, എങ്ങനെയും നിൽക്കാമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ 10-85 ദിവസം നിൽക്കാൻ പറ്റുമെന്നാണ് ഇവർ ഈ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് മൈൻഡ് സെറ്റ് ആണ് ഇതെന്നൊന്നും എനിക്കറിയത്തില്ല. ഈ ഷോയെ പറ്റി ഒരു രീതിയിലുള്ള വിവരവും ഇല്ലാതെയാണ് ഇതിൻ്റെ അത് കയറിപ്പോയെന്നാണ് തോന്നുന്നത്.